ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ഓലൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫുൾ വീഡിയോ തന്നെ എല്ലാവരും കാണുക. സ്കിപ്പ് ചെയ്ത് പോയാൽ കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ തന്നെ കാണുക. എന്നാലേ ഇതേപോലെ അടിപൊളി ടേസ്റ്റിലുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുമ്പളങ്ങയാണ്. അത് ഏകദേശം 1 കിലോയ്ക്ക് മുകളിലുള്ള ഒരു കുമ്പളങ്ങയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഓലൻ പിന്നെ എത്ര കൂടുതൽ ഉണ്ടാക്കിയാലും അത് വെന്ത് വരുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റി വളരെ കുറയും. അപ്പോൾ കുമ്പളങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ഉരുളൻകിഴങ്ങ് അതായത് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ 5-6 പച്ചമുളക്, കറിവേപ്പില, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പോകവേ പറയാം. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ കുമ്പളങ്ങ ഞാൻ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത്, ഞാൻ പീലറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പീലർ വെച്ചാകുമ്പോൾ എനിക്കതാണ് ഈസി. പീലർ വെച്ചാണ് ഞാൻ കുമ്പളങ്ങയും ഈ പൊട്ടറ്റോയും എല്ലാം പീൽ ചെയ്തെടുത്തത്. എന്നിട്ട് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒന്നുകൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ രീതിയിലാണ് ഞാൻ ഓലന് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിൽ തന്നെയാണ് പൊട്ടറ്റോ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ എല്ലാം ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുമ്പളങ്ങയുടെ ഇംഗ്ലീഷ് വേർഡ് എല്ലാവർക്കും അറിയാമല്ലോ, ആഷ് ഗാർഡ്. പൊട്ടറ്റോ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ആഷ് ഗാർഡും നമ്മുടെ പൊട്ടറ്റോയും എല്ലാം അടിപൊളിയായിട്ട് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം. കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങയും പൊട്ടറ്റോയും എല്ലാം ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6-7 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. എരിവിനായിട്ട്, എരിവ് തീരെ വേണ്ട എന്നുള്ളവർക്ക് കുറച്ചുകൂടെ കുറയ്ക്കാം കേട്ടോ. പക്ഷേ ഇച്ചിരി എരിവ് കൂടെ ഓലന് വരുമ്പോഴാണ് ആ ഒരു അടിപൊളി ടേസ്റ്റ് വരുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഇതിനകത്ത് ഇനിയും തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട്. അന്നേരം എരിവ് നന്നായിട്ട് കുറയും. ഇതിന് ഒരു 1.5 സ്പൂണ് ഉപ്പും കൂടെ ഞാൻ ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ അതിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ടാണ് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങയിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കേണ്ടതാണ്. അന്നേരം വെള്ളം കൂടിയാൽ അതിൻ്റെ ആ കൺസിസ്റ്റൻസി മാറിപ്പോവും. അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ്സൊക്കെ കുക്കിംഗ് പ്രോസസ്സേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ കുമ്പളങ്ങയ്ക്കൊക്കെ തീരെ വേവ് കുറവാണ്. പിന്നെ നമുക്കിവിടെ UAE കിട്ടുന്ന ഉരുളക്കിഴങ്ങിനും വേവ് തീരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ കുക്കറിലൊന്നും വെക്കുന്നില്ല. ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ് ഞാനിപ്പം വെക്കുന്നത്. മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ വെക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ടൈപ്പ് മൺചട്ടി ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അതിൽ തന്നെ നിങ്ങളെ ചെയ്ത് കാണിച്ചേനെ. ഓണം ഐറ്റം അല്ലെങ്കിൽ സദ്യ സ്പെഷ്യൽ ഐറ്റം ഒക്കെ ആകുമ്പോൾ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കിയാൽ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അത് വേകണം. അതുകൊണ്ട് ഞാൻ അടച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ്. ഇവിടെ ഞാൻ കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങാപ്പാൽ യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനൊരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ ഈ കപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ കട്ടയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടാണ് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. ഏകദേശം ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇതേപോലെ ഞാൻ 1.5 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഏകദേശം 1.5 കപ്പിന് മുകളിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ്. ഈ ഒരു കപ്പ് ഫസ്റ്റ് ആഡ് ചെയ്തു. അതിനുശേഷം പിന്നെയും ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡറും കൂടെ ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മുടെ തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഓലൻ റെഡിയായി കിട്ടും. അത് അന്നേരം ഓലൻ എപ്പോഴും തേങ്ങാപ്പാലും മുമ്പോട്ട് നിൽക്കണം, എന്നാലേ ആ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫ്രഷ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്, കോക്കനട്ട് ഫ്രഷ് മിൽക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റാണ് 1ാം പാൽ ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടെ തുറന്ന് കൊടുത്ത് ഇപ്പോൾ കണ്ടോ, ആ കുമ്പളങ്ങ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കുമ്പളങ്ങയുടെ ആ കളറ് മാറി വന്നിട്ടുണ്ട്. ആ വൈറ്റ് എന്നുള്ള മാറി ഒരു ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്ക് എന്ന് പറയത്തില്ലേ, നമുക്ക് സീ ത്രൂ ലുക്കായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
കുമ്പളങ്ങയും പൊട്ടറ്റോയും കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പൊട്ടറ്റോ വെന്തോന്ന് നോക്കിയതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അങ്ങോട്ട് ട്രിവാൻഡ്രം ആ സൈഡൊക്കെ വൻപയർ, അതായത് ചുമന്ന പയർ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ എൻ്റെ അമ്മ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഓലൻ ചെയ്യുന്നത്. എൻ്റെ അമ്മയൊക്കെ പത്തനംതിട്ട കവിയൂർ ഏരിയ ആണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത്. ആ രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ട്രിവാൻഡ്രം ആ സൈഡിലൊക്കെ വൻപയർ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഓലൻ ഇങ്ങനെയാണ് കേട്ടോ. ഈ സമയത്ത് ഉപ്പും കൂടി നോക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഓലൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഒരുപാട് കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഓലന് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടാനുള്ള ടിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അവസാനം 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലോട്ടൊഴിച്ച് നമുക്ക് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് നേരം അങ്ങനെ തന്നെ അടഞ്ഞിരിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഓലൻ റെഡിയാവും. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും തീർച്ചയായിട്ടും ഈ രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ വീഡിയോയും എൻ്റെ ചാനലും ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. അന്നേരം പല രീതിയിലുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ചാനലും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി കാണാം കേട്ടോ. അപ്പോൾ ഈ ഓലൻ എന്താണ്, നമുക്ക് ചോറിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ മാച്ചാവുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം കണ്ടോ, പാകത്തിന് ചാറൊക്കെ കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അടപ്പ് വെച്ച് മൂടിയും കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. ഇതിന് ശേഷമാണ് സെർവിങ് ബൗളിലോട്ട് ഞാൻ ചേഞ്ച് ആക്കിയത്. ഇപ്പം കണ്ടോ, ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇലയിലൊക്കെ ഒഴിച്ചാൽ ആ കറക്റ്റ് അതേപോലെ തന്നെ ഇരിക്കും. എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇന്നത്തെ റെസിപ്പി? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഫ്രം സ്വപ്ന അരുൺ.